8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മിനി ലോകകപ്പ് എന്നറിയപ്പെടുന്ന ചാമ്പ്യൻസ് ട്രോഫി സംഘടിപ്പിക്കപ്പെടുന്നത്. 30 വർഷത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു പ്രധാന ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നു എന്നതും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രത്യേകതയാണ്. ആകെ 8 ടീമുകൾ കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി, ദുബായ് എന്നീ വേദികളിലായാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ 9ാം പതിപ്പിലെ പോരാട്ടങ്ങൾ അരങ്ങേറുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ന്യൂസിലാൻഡുമാണ് മറ്റ് ടീമുകൾ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ. 2 ഗ്രൂപ്പിലും ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷം ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ സെമിയിലേക്ക് മുന്നേറും. സെമിയിൽ ജയിക്കുന്നവർ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടും. അടുത്ത മാസം 9-നാണ് ഫൈനൽ. ഇന്ത്യ ഫൈനലിൽ എത്തിയാൽ ദുബായിലായിരിക്കും ഫൈനൽ മത്സരം. ഇന്ത്യ ഫൈനലിൽ എത്തിയില്ലെങ്കിൽ ലാഹോറിലായിരിക്കും ഫൈനൽ പോരാട്ടം നടക്കുക. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ BCCI വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ നാളെയാണ് ഇന്ത്യയുടെ ആദ്യ ഗ്രൂപ്പ് മത്സരം. പാകിസ്ഥാനെതിരെ ഈ മാസം 23-നും ന്യൂസിലാൻഡിനെതിരെ അടുത്ത മാസം 2-നും ഇന്ത്യ പോരാടാനിറങ്ങും. ചാമ്പ്യൻസ് ട്രോഫി കിരീട ജേതാക്കളെ കാത്തിരിക്കുന്നത് 19.45 കോടി രൂപയുടെ സമ്മാനത്തുകയാണ്. 2ാം സ്ഥാനം നേടുന്നവർക്ക് 9.72 കോടി രൂപയും സമ്മാനമായി ലഭിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ 2 തവണ ജേതാക്കളായിട്ടുണ്ട്. കരുത്തരായ ഓസ്ട്രേലിയയ്ക്കും 2 കിരീടമുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ആര് കിരീടം ചൂടുമെന്നറിയാൻ അടുത്ത മാസം 9 വരെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.